ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ വർഷത്തെ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഓസ്ട്രേലിയൻ താരമായ ജോഷുവ സോട്ടീരിയോയെ സ്വന്തമാക്കിയത്. 2 വർഷത്തെ കോൺട്രാക്റ്റിലായിരുന്നു അദ്ദേഹം ഒപ്പുവെച്ചിരുന്നത്. ന്യൂകാസിൽ ജെറ്റ്സ് എന്ന ക്ലബിൽ നിന്നായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവന്നത്. ഏകദേശം 2 കോടി രൂപയ്ക്ക് മുകളിൽ അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ സീസണിനിടയിൽ പ്രീ സീസണിനിടയിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു. കഴിഞ്ഞ സീസൺ മുഴുവനും അദ്ദേഹത്തിന് നഷ്ടമായി. ഇത്തവണത്തെ പ്രീ സീസണിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, പക്ഷേ വീണ്ടും പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. മാത്രമല്ല ISLൽ 6 വിദേശ താരങ്ങളെ മാത്രമാണ് ഒരു ടീമിന് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ സോട്ടീരിയോയെ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിക്കുകയായിരുന്നു. നിലവിൽ സോട്ടീരിയോ കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിൻ്റെ ഭാഗമല്ല. പക്ഷേ അദ്ദേഹത്തിന് സാലറിയും മറ്റു കാര്യങ്ങളും ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ നൽകേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ സമ്മറിൽ തന്നെ അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ ക്ലബിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. വരുന്ന സമ്മറോടുകൂടി അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കുകയും ചെയ്യും. കരാർ പുതുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് താല്പര്യപ്പെടുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മറ്റൊരു തീരുമാനം കൂടി ബ്ലാസ്റ്റേഴ്സ് എടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് വലിയ ഒരു അഴിച്ചുപണിക്ക് സാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സോട്ടീരിയോക്കും ക്ലബിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നേക്കും. അതായത് അദ്ദേഹത്തെ ലോൺ അടിസ്ഥാനത്തിൽ മറ്റേതെങ്കിലും ക്ലബിന് കൈമാറാൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആലോചിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. 6 മാസത്തേക്ക് ലോണിൽ കൈമാറും. അതിനുശേഷം ഫ്രീ ആയിക്കൊണ്ട് അദ്ദേഹത്തിന് ക്ലബ്ബ് വിടാം എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് അനുയോജ്യമായ ക്ലബ്ബുകൾ ലഭിക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇതുവരെ ISLൽ ഒരു മത്സരം പോലും കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. സോട്ടീരിയോയുടെ ആ ഒരു ട്രാൻസ്ഫർ അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടക്കച്ചവടമായിരുന്നു എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.